ഇന്ന് നമ്മൾ NSQFന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത് കപ്പാസിറ്റർ എന്നുള്ള കമ്പോണന്റിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ടൈപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു രൂപരേഖ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും അതിനെ കുറിച്ചും ഇല്ല. പക്ഷെ ബേസിക്കലി കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. നേരത്തെ റെസിസ്റ്റർ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ബുക്കിലില്ല, നമ്മളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കപ്പാസിറ്റർ രണ്ട് ടൈപ്പിലുണ്ട്, ഫിക്സഡും വേരിയബിളും. അതുപോലെ തന്നെ ഫിക്സഡ് രണ്ട് ടൈപ്പിലോട്ട് തിരിയും, ഇലക്ട്രോലൈറ്റിക്, ഇലക്ട്രോസ്റ്റാറ്റിക്. ഇലക്ട്രോലൈറ്റിക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടണ്ടാലും അലുമിനിയം എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പിലോട്ട് തിരിയും. ഇലക്ട്രോസ്റ്റാറ്റിക് 4 ടൈപ്പിലോട്ട് തിരിയും, മൈക്ക, സിറാമിക്, പ്ലാസ്റ്റിക്, പേപ്പർ. അപ്പൊ ഈ അവസാനം വരുന്ന ഈ 6 ടൈപ്പാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേരിയബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടൈപ്പിലോട്ട് തിരിയും, സിറാമിക്, എയർ, മൈക്ക, പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷന്റെ ലെവല് നമുക്ക് നിൽക്കുന്നത്. ഇനി ഇതാണ് ഇവയുടെയൊക്കെ ഫിഗറുകൾ. നമ്മൾ ഓരോ തരം കപ്പാസിറ്റേഴ്സ്, ഡിഫറെന്റ്, സിറാമിക്, മോണോലിത്തിക്, ലിക്വിഡ്, മൈലാർ, അതുപോലെ തന്നെ ആക്സിയൽ അലുമിനിയം, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടാൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ടൈപ്സ് ഇൻറ്റു ജസ്റ്റ് ഡിഫറെന്റ് ഫിഗേഴ്സ്. പ്രാക്ടിക്കലി കണ്ടാൽ എങ്ങനെ അറിയാം. ഇനി സർക്യൂട്ട് സിമ്പിൾസ് എന്താണ്? ഈ കപ്പാസിറ്ററിന്റെ ഓരോന്നിന്റെയും സർക്യൂട്ട് സിമ്പിൾസ് എന്നുള്ളതാണ് രണ്ട് സൈഡിലായിട്ട് വരച്ചിരിക്കുന്നത്. ഒരു നോർമൽ കപ്പാസിറ്റർ ആണെങ്കിൽ അത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. നോർമൽ കപ്പാസിറ്റേഴ്സ് ഫിക്സഡിന്റെ സിമ്പിളുകൾ ആദ്യം രണ്ടെണ്ണം തന്നിട്ടുണ്ട്, നോർമൽ എന്നുള്ളതിന്റെ താഴെ. ഇനി ഫിക്സഡ് തന്നെയാണ് തൊട്ടടുത്തുള്ളത് ഇലക്ട്രോലൈറ്റിക് എന്ന് പറയുന്നത്. അതിന് പൊളാരിറ്റി ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് ഉണ്ടാവും. അത് സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഇലക്ട്രോലൈറ്റിക്കിന്റെ സിമ്പിൾ വേറെ ആവുന്നത്. പിന്നെ താഴെ ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതൊക്കെ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് പ്ലേറ്റ് ഉള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വേരിയബിൾ ആണെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്നുള്ളതാണെന്ന് ഒരു ഏരോ മാർക്കും കൂടി ഉണ്ടാവും. 2 പ്ലേറ്റുകളെ കട്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ റൈറ്റ് സൈഡിലുണ്ട്. ഇനി ലെഫ്റ്റിലേക്ക് എടുക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കപ്പാസിറ്റർ എങ്ങനെയാണെന്നുള്ളതുണ്ട്. ഇനി പൊളാരിറ്റി ഉള്ള കപ്പാസിറ്ററിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൽ വേറൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേരിയബിള് ട്രിമ്മർ കപ്പാസിറ്റർ ആണ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ട്രിമ്മർ ഉണ്ട്, വേരിയബിൾ നോർമൽ വേരിയബിളും കാണിച്ചിട്ടുണ്ട്, ട്രിമ്മറും കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് സിമ്പിൾസ് ആണ്. അപ്പൊ സിമ്പിൾസ് അറിഞ്ഞിരിക്കാനായിട്ടാണ് കൂടുതലുള്ളത്. നമ്മൾ കൂടുതലായിട്ട് ബുക്കിലൊക്കെ പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സിമ്പിൾസ് ആണ് കൂടുതലായിട്ടും ബുക്കുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ലെഫ്റ്റിലുള്ള ഈ സിമ്പിൾസും നമ്മൾ കാര്യമായി തന്നെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഒരു കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷൻ. കപ്പാസിറ്ററിന് 2 കണ്ടക്റ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ നമ്മൾ ഡൈ ഇലക്ട്രിക് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുക. ഈ ഡൈ ഇലക്ട്രിക്കും 2 പ്ലേറ്റുകളും കണ്ടക്റ്റിംഗ് പ്ലേറ്റുകളും ചേരുന്നതാണ് നമ്മളുടെ കപ്പാസിറ്റർ എന്നുള്ളതിന്റെ ഒരു സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ഇനി ഈ സ്ലൈഡിൽ പറയുന്നത് എന്താണ് കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്ററിനെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റിയുടെ ഒരു മെഷറിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് ഈസ് ദി മെഷർ ഓഫ് കപ്പാസിറ്റേഴ്സ് എബിലിറ്റി ടു സ്റ്റോർ ചാർജ് ഓൺ ഇറ്റ്സ് പ്ലേറ്റ്സ്. അതിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള അതിന്റെ കേപ്പബിലിറ്റിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് സി എന്നാണ് ഡിനോട്ട് ചെയ്യുക. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത് ഫാരഡിലാണ്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നാണ് അതിന്റെ ഒരു ഇക്വേഷൻ. ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ്, അതിന്റെ യൂണിറ്റ് കൊളൂംബാണ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ്, ഇൻ വോൾട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കപ്പാസിറ്റർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് റിലീസ് ചെയ്യുകയും ചെയ്യും. കപ്പാസിറ്റർ എപ്പോഴും ഡിസിനെ ബ്ലോക്ക് ചെയ്യും, ഡയറക്റ്റ് കറണ്ടിനെ എസിനെ കറക്റ്റ് വിടും. പിന്നെ കപ്പാസിറ്ററിന്റെ നെയിം പറയുന്ന പോലെ തന്നെ അതിന്റെ പേരിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മൈക്ക, കപ്പാസിറ്റർ, സിറാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് കാരണം ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് കപ്പാസിറ്ററിന്റെ പേര് മാറിക്കൊണ്ടിരിക്കും.